എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് വിശുദ്ധമായ ചെറിയ പെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരു മാസക്കാലം നീണ്ടുനിന്ന വലിയ ഒരു പരിശ്രമത്തിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ഒരു ദിനം. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ചെറിയ പെരുന്നാളിന്റെ സന്തോഷത്തിലേക്ക് എല്ലാവരും കടന്നുകൊണ്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഈ ചെറിയ പെരുന്നാളിന്റെ ആ ഒരു സന്തോഷം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നു. എല്ലാവരും ഈദ് മുബാറക്, ഈദ് മുബാറക് എന്നാ പറയാ. എല്ലാരും കാണുമ്പോ ഈദ് മുബാറക്, ഈദ് മുബാറക് എന്നല്ലടോ. ഈ കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. അതാണ് നമ്മൾ പറയേണ്ടത്. തഖബ്ബലല്ലാഹു മിന്നാ വദാ. നിങ്ങൾ ഒരു മാസക്കാലം ചെയ്ത എല്ലാ നന്മകളും സ്വീകരിക്കട്ടെ. നമ്മൾ രണ്ടുപേരും ചെയ്തത് സ്വീകരിക്കട്ടെ. അപ്പൊ ആമീൻ, അൽഹംദുലില്ലാഹ്. അതാണ് പറയേണ്ടത്. അതിനുശേഷമാണ് ഈദ് മുബാറക്കിന്റെ സന്തോഷം ഇങ്ങോട്ടും പങ്കുവെക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ അൽഹംദുലില്ലാഹ് ഈദ് മുബാറക്, ചെറിയ പെരുന്നാളിന്റെ ആശംസകൾ നേരുന്നു. എല്ലാവരും നാളെ അൽഹംദുലില്ലാഹ് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം തേച്ച് ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാഹ് പള്ളിയിൽ പോയി നിസ്കരിക്കലാണ്. പെരുന്നാൾ നിസ്കാരത്തിന് പോകലാണ് സുന്നത്ത്. ഭക്ഷണം കഴിച്ചിട്ട് പോകലാണ് സുന്നത്ത്. അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ പോവുകയും പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും മുസാഫഹത്ത് ചെയ്യുകയും കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് അൽഹംദുലില്ലാഹ് സ്നേഹത്തോടെ പിരിയുക. കുടുംബക്കാരെ മുഴുവനും പോയി സന്ദർശിക്കുക. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യാതിരിക്കുക. അള്ളാഹു എല്ലാം ഖൈറിലാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ ദിവസം, വിശുദ്ധമായ റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. വലിയ സങ്കടത്തിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദുആഇക്ക് ഇജാബത്തുള്ള ഒരു ദിവസമാണ് പെരുന്നാളിന്റെ തലേ ദിവസം. ഇന്നത്തെ രാത്രിയിലെ ദുആഇക്ക് ഇജാബത്തുണ്ട്. ഈ ഒരു മാസക്കാലത്ത് ചെയ്തു പോയ എല്ലാ സൽക്കർമ്മങ്ങൾക്കും അള്ളാഹു പ്രതിഫലം തരുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ രാത്രി. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പെരുന്നാളിന്റെ പുതുവസ്ത്രം വാങ്ങുവാനും മറ്റുള്ള കാര്യങ്ങളുമായി എല്ലാവരും തിരക്കില. ഫിത്ർ സകാത്ത് കൊണ്ട് കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും എല്ലാവരും തിരക്കിലായിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പ്രഭാഷണത്തിന് സമയമില്ല. ദുആയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓതിയ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും പെരുന്നാളിന്റെ സന്തോഷത്തിലാണ്. നാം മനസ്സിലാക്കേണ്ടത്, ആ സന്തോഷത്തിന്റെ വേളയിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞു പോയ റമദാൻ, നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ റമദാനിനെ നമ്മൾ വിസ്മരിച്ചു പോകരുത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് റമദാൻ തീർന്നു കഴിഞ്ഞാൽ 6 മാസക്കാലം അവരുടെ ദുആ, അല്ലാഹുവേ വിശുദ്ധമായ റമദാനിൽ ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ എന്ന് 6 മാസക്കാലം അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുമത്രേ. ആ 6 മാസക്കാലം അവർ അല്ലാഹുവിനോട്, റമദാനിൽ ഞാൻ ചെയ്ത നിസ്കാരങ്ങൾ, ഞാൻ കൊടുത്ത സദഖ, ഞാൻ ഓതിയ ഖുർആൻ, ഞാൻ പറഞ്ഞ അദ്കാറുകൾ, ഇത് മുഴുവനും നീ സ്വീകരിക്കണേ എന്ന് പടച്ചവനോട് അവർ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് റമദാൻ തീർന്നത് നമ്മൾ സന്തോഷത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ വിശുദ്ധമായ റമദാൻ, ആ റമദാൻ ഒരു മാസക്കാലം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്ന അള്ളാഹുവിന്റെ അതിഥിയ, ആ അതിഥിക്ക് കൊടുക്കേണ്ട ആദരവും ബഹുമാനവും സ്നേഹവും സ്ഥാനവും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്ന ഒരു വിരുന്നുകാരൻ മടങ്ങി പോകുമ്പോൾ, ആ വിരുന്നുകാരനെ യാത്രയാക്കുമ്പോൾ വന്നവൻ പോലും വല്ലാത്ത സങ്കടപ്പെട്ടുകൊണ്ട് പിരിയാൻ കഴിയാത്ത വേദനയോടെ ആ പരിശുദ്ധമായ റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന രീതിയിൽ വേണം. എത്ര പേരാണ് യാത്രയാക്കിയത്? പരിശുദ്ധമായ റമദാൻ നാളെ പെരുന്നാളാണെന്നറിഞ്ഞപ്പോൾ സങ്കടത്തോടെ പടച്ചവനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാസീനൂതി റമദാനിനെ യാത്രയാക്കി എത്ര പേരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതി നാളെ നമ്മളെല്ലാം അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ,
ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ അവരുടെ അനുയായികൾ മുഴുവനും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ പരിശുദ്ധമായ റമളാൻ നമ്മളെ തിരിച്ചറിയുമോ? ആ റമളാൻ നമ്മളെ തേടി വരുമോ? ആ റമളാൻ നമ്മുടെ കൈപിടിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് റയ്യാൻ എന്ന് പറയുന്ന വാതിലിലൂടെ നമ്മളെ സ്വർഗത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകുമോ? ഈ ഒരു ടെൻഷനാണ് നമുക്ക് വേണ്ടത്, ഈ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. ആ പരിശുദ്ധമായ റമളാനിനെ യാത്രയാക്കിയാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ ആ റമളാനിനെ യാത്രയാക്കിയവരെ ഒരിക്കലും റമളാൻ മറന്നു പോകില്ല. ഈ റമളാനിന് കൊടുക്കേണ്ട ആദരവ് കൊടുത്തവർ, ബഹുമാനം കൊടുത്തവർ, സ്നേഹം കൊടുത്തവർ, പരിഗണിച്ചവർ അൽഹംദുലില്ലാഹ് ഒരിക്കലും മറന്നു പോകാത്ത ഒരു സൽക്കാരമാണ് നമ്മൾ റമളാനിനോട് ചെയ്തതെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ പിൻലോകത്ത് വെച്ച് ആ റമളാൻ നമ്മളെ മറക്കാതെ നമ്മുടെ കൈപിടിക്കുകയാണ്, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മറിച്ചു റബ്ബേ തീർന്നല്ലോ, പിന്നെ ആഘോഷത്തിന്റെ തിമിർപ്പിലാണ്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മാസക്കാലം 29 നോമ്പ് പിടിച്ചല്ലോ. ഈ നോമ്പ് അല്ലാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള സമയമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പൂർവാധികം ശക്തിയോടെ ഇബ്ലീസ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ഈമാൻ അവന്റെ കാൽച്ചുവട്ടിൽ കൊണ്ട് അടിയറവുപ്പിക്കാൻ അവന് പൂർവാധികം ശക്തിയോടെ നമ്മുടെ മുന്നിലൂടെ നടക്കുകയാണ്. നമ്മളെ പിഴപ്പിക്കുവാൻ ഒരു മാസക്കാലം അല്ലാഹുവിന്റെ തൃപ്തി നമുക്കുണ്ടായിരുന്നു, പടച്ചവന്റെ പൊരുത്തം നമുക്കുണ്ടായിരുന്നു, അല്ലാഹുവിന്റെ സ്നേഹം നമുക്കുണ്ടായിരുന്നു. അത് മുഴുവനും നശിപ്പിച്ച് കളയാൻ, അത് മുഴുവനും തകർത്ത് കളഞ്ഞിട്ട് അല്ലാഹുവിന്റെ കോപം നമുക്ക് എങ്ങനെയെങ്കിലും വാങ്ങിത്തരാൻ ഇബ്ലീസ് കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അവന്റെ മുമ്പിൽ തോറ്റുപോകരുത്, ഈമാൻ അവന്റെ കാൽച്ചുവട്ടിൽ കൊണ്ട് വെച്ച് കൊടുക്കരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എല്ലാവരും പെരുന്നാളിന്റെ സന്തോഷത്തിലാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുന്നു, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പെരുന്നാളിന്റെ സന്തോഷം 5 സമയങ്ങളിലാണ്. 5 സമയങ്ങളിലാണ് പെരുന്നാളിന്റെ സന്തോഷമുണ്ടാകുന്നത്. ഏതാണ് ഒന്നാമത്തെ ദിവസമെന്നറിയുമോ? ജീവിതത്തിൽ ഒരു പാപം പോലും ചെയ്യാത്ത ഒരു ദിവസം നിന്റെ ആയുസ്സില്, നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പാപം പോലും ചെയ്യാത്ത ഒരു ദിവസമുണ്ടായാൽ പടച്ചവനെ വലതുഭാഗത്തും ഇടതുഭാഗത്തും 2 മലക്കുകൾ ഇരിക്കുന്നുണ്ടല്ലോ. ചെയ്യുന്ന നന്മകൾ മുഴുവനും മലക്കുകൾ എഴുതുകയാണ്, അതാ തിന്മകൾ പടച്ചവനെ മലക്കുകൾ എഴുതുകയാണ്. ആ ഇടതുഭാഗത്തിരിക്കുന്ന മലക്കിന് നിന്റെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും റെസ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞാൽ, ആ മലക്കിനെ കൊണ്ട് ഒരു ദിവസമെങ്കിലും എഴുതിപ്പിക്കാതിരിക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞാൽ, നിനക്ക് പെരുന്നാളിന്റെ സന്തോഷമാണ്, അന്നാണ് നിന്റെ പെരുന്നാളിന്റെ സന്തോഷമെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, രണ്ടാമത്തെ സന്തോഷത്തിന്റെ ദിവസം എപ്പോഴെന്നറിയുമോ? പടച്ചവനേ, ഖാബിദൽ അർവാഹു മലക അസ്റായീൽ, അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. എപ്പോഴെവിടെ വെച്ച് എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയില്ല. ആ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നമ്മളിലേക്ക് കടന്നു വരുന്ന ദിവസം അതാ റൂഹ് പിടിച്ച തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ, കരിമ പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാനോടുകൂടി മരിക്കാൻ കഴിഞ്ഞാൽ, അവനാണ് പെരുന്നാളിന്റെ സന്തോഷം. അവനാണ് വിജയിച്ചവൻ, അവനാണ് വിജയിച്ചവൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിജയിച്ചവരെ കുറിച്ച് പറയുകയാ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത
ജന്നത ഫഖദ് ഫാസ്. അവനാണ് വിജയിച്ചവനെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസം എപ്പോഴാണ്? അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് ജീവിതത്തിൽ അവസാനമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിഞ്ഞാൽ ആ ദിവസമാണ് നിനക്ക് സന്തോഷത്തിന്റെ ദിവസം. ആ ദിവസമാണ് നിനക്ക് പെരുന്നാളിന്റെ ദിവസം. എന്റെ പ്രിയപ്പെട്ടവരെ, അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ ദിവസം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. ആ സിറാത്ത് കടക്കുകയും ഖിയാമത്ത് നാളിന്റെ ഭയാനകത, ആ ഭയാനകമായ ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, പ്രവാചകന്റെ മുടി നരച്ചു പോയതാ പരലോകത്തെ കുറിച്ച് പറയുന്ന ആയത്തിറങ്ങിയപ്പെടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അതാ സവാലിയത്തിന്റെ മലക്കുകളുണ്ടല്ലോ, നരകത്തിന്റെ മലക്കുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആ സിറാത്ത് എന്ന് പറയുന്ന പാലമങ്ങനെ താണ്ടി നീ അക്കരയിലേക്ക് ചെല്ലാൻ കഴിഞ്ഞാൽ ആ മലക്കുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആ സിറാത്ത് കിടക്കുന്ന ദിവസമുണ്ടല്ലോ, ആണ് നിനക്ക് പെരുന്നാളിന്റെ ദിവസമെന്ന് അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുകയാണ്. നാലാമത്തെ ദിവസം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. വഖൂദുഹന്നാസു വൽ ഹിജാറ. മനുഷ്യരെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ച റബ്ബിന്റെ നരകമുണ്ടല്ലോ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആ സ്വർഗത്തിന്റെ പ്രവേശനം നേടിയെടുക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയായി നിന്റെ രണ്ട് കാലുകളും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നീ കാലുകുത്താൻ കഴിഞ്ഞാൽ അതാണ് നിനക്ക് സന്തോഷത്തിന്റെ ദിവസം. അതാണ് റമദാനിന്റെ 30 ദിവസം. ഓരോ 10 കഴിയുമ്പോഴും ദുആ മാറുന്നുണ്ട്. റമദാനിന്റെ 30 ദിവസവും മുടങ്ങാതെ പറഞ്ഞ ഒരേ ദുആയേ ഉള്ളൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാന്, സ്വർഗ്ഗം തരണേ തമ്പുരാന്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ നിനക്കൊരു പാസ് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് നിന്റെ ജീവിതത്തിലെ പെരുന്നാളിന്റെ ദിവസമെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അഞ്ചാമത്തെ സമയം ഏതെന്നറിയുമോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹനെ കണ്ടുമുട്ടുന്ന സമയമുണ്ടല്ലോ. വജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ആ പടച്ചവനെ കണ്ടുമുട്ടുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ലിഖാ. പടച്ചവനെ ലോകത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഓടി വന്നിട്ട് നീ സുജൂദ് ചെയ്ത നിന്റെ പടച്ച റബ്ബുണ്ടല്ലോ. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം, ആ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം എന്റെ പ്രിയപ്പെട്ട സഹോദര, അന്നാണ് നിനക്ക് പെരുന്നാളിന്റെ ദിവസം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരു മാസക്കാലം നമ്മൾ ഒരുപാട് നന്മ ചെയ്തവരാണ്. നല്ലതല്ലാതെ ഒന്നും ഞാനും നിങ്ങളും ചെയ്തില്ല. പടച്ചവനെ ഈ നന്മകൾ മുഴുവനും ചെയ്ത് അല്ലാഹുവിന്റെ തൃപ്തി നേടിയിരിക്കുകയാ. ഈ ഒരു മാസക്കാലം എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയുമോ ആ നന്മകൾ മുഴുവനും ചെയ്ത് ഖുർആൻ ഓതി, സദക്ക കൊടുത്ത്, ദിക്ർ പറഞ്ഞ്, തഹജ്ജുദ് നിസ്കരിച്ച്, തസ്ബീഹ് നിസ്കരിച്ച്, തറാവീഹ് നിസ്കരിച്ച്, ലൈലത്തുൽ ഖദറിന്റെ എല്ലാ പ്രതിഫലങ്ങളും നേടിയെടുത്ത് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് ഇന്ന് മഗ്രിബോടുകൂടി റമദാൻ തീർന്നു എന്നറിഞ്ഞപ്പോ ഇശാ പോലും നിസ്കരിക്കാൻ ആളില്ലാത്ത അവസ്ഥ. ഇശായിക്ക് പോലും ആ ഫർള് പോലും നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഓടി നടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദര,
സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താൻ കഴിയുന്നത് പെരുന്നാളിന്റെ സന്തോഷത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോ നമ്മൾ നമ്മളുടെ കൂടപ്പുറപ്പുകളെ നമ്മൾ ഓർത്തു നോക്കണം. ഫലസ്തീന് ജനതയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ പുതുവസ്ത്രമിടുവാനും നാളെ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കാനും കറങ്ങി സന്തോഷിക്കുവാനും നമ്മളെല്ലാം ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോ നമ്മുടെ കൂടപ്പുറപ്പുകൾ ഫലസ്തീനിന്റെ മണ്ണിൽ എന്റെ പ്രിയപ്പെട്ടവരെ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത ഒരു പ്രയാസത്തിൽ നമ്മൾ അവരെ കുറിച്ച് നമ്മൾ ഓർക്കുന്നില്ല, അവരെ കുറിച്ച് നാം ചിന്തിക്കുന്നില്ല. എത്ര 10-17,000-ഓളം വരുന്ന കുഞ്ഞുങ്ങൾ മരിച്ചുപോയില്ലേ? കയ്യും കാലും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് ഫലസ്തീനിന്റെ മണ്ണിലുണ്ട്, ഗാസയുടെ മണ്ണിലുണ്ട്. ചോദിക്കാനും പറയാനും ആരുമില്ല. എന്തേ പടച്ചവനൊന്നും മിണ്ടാത്തത്, എന്തേ അള്ളാഹു കരുണ കാണിക്കാത്തത് എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാത്തിനും ഒരു അവസാനമുണ്ട്, എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചവർക്ക് അല്ലാഹു ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ, ഞാൻ പറയുന്നില്ലെങ്കിലും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചെടുത്ത ചില വാർത്തകളുണ്ട്. നമ്മൾ പഠിക്കണം. മുസ്ലിമീങ്ങളെ ഒരുപാട് പേരെ കൊന്നൊടുക്കി കളഞ്ഞ സ്ഥലങ്ങളുണ്ട്. ഒരുപാട് പേരെ നാടുകടത്തുകയും കൊന്നുകളയുകയും ചെയ്ത നാടിന്റെ ഇന്നത്തെ അവസ്ഥ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആഘോഷ തിമിർപ്പിൽ നമ്മൾ മതിമറന്നു പോകുമ്പോ നമ്മളുടെ കൂടപ്പിറപ്പുകളെ കുറിച്ച്, ഒന്നുമില്ലാത്തവരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. നാളെ നമ്മളെല്ലാവരും നല്ല ഭക്ഷണവും കഴിച്ചു പുതുവസ്ത്രങ്ങളും ധരിച്ച് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അതിന് കഴിയാത്ത എത്രയോ പാവങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, റമളാനിൽ നമ്മൾ സദഖ കൊടുത്തു, സക്കാത്ത് കൊടുത്തു. ഇപ്പൊ അവസാനം നോമ്പ്, നാളെ പെരുന്നാളാണെന്ന് അറിയുമ്പോൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. എത്ര പേരാ? ആ ഫിത്ർ സക്കാത്ത് എന്തിനാണ് കൊടുക്കാൻ പറയുന്നത്? അതിന്റെ അവകാശികളെ കണ്ടെത്തി നമ്മൾ കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമലുകളിൽ വന്നുപോയ പിഴവുകളൊക്കെ അല്ലാഹു പുറത്തു തരും. അപ്പൊ അങ്ങനെ നമ്മൾ കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമുക്കറിയാം. നബിതങ്ങൾ വഴിയോരത്തിലൂടെ കരയുന്ന ഒരു കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോയി വസ്ത്രം കൊടുത്ത് കുളിപ്പിച്ചു. ആ യതീമായോട് നബിതങ്ങൾ കരുണ കാണിച്ചു. ആ ചരിത്രങ്ങളൊക്കെ അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് നബിതങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഈ സന്തോഷത്തിന്റെ വേളയിൽ നമ്മൾ ഓർക്കണം, മറന്നു പോകരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഉണ്ടാക്കിയെടുത്ത ഈമാനിക ചൈതന്യം നശിപ്പിച്ചു കളയരുത്. നമ്മൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ നേടിയെടുത്ത ഈ ഈമാനിക ചൈതന്യം നശിപ്പിച്ച് ഇബ്ലീസിന്റെ കാൽച്ചുമത്തിൽ കൊണ്ടുവച്ചിട്ട് പറയുകയാ, ഞാൻ പരാജയപ്പെട്ടു, നിന്റെ മുമ്പിൽ ഞാൻ പരാജയപ്പെട്ടു, ഞാൻ നിന്റെ മുമ്പിൽ തോൽവി സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ ചാലിലേക്ക്, അഴുക്ക് ചാലിലേക്ക് തന്നെ നമ്മൾ മടങ്ങിപ്പോയാൽ ഇനി ഒരിക്കലും നമ്മളെ രക്ഷപ്പെടുത്താൻ ആരുണ്ടാകില്ല. ആ അഴുക്ക് ചാലിൽ കിടന്ന് നമ്മളെ കഴുകി വൃത്തിയാക്കി അള്ളാഹു നമുക്ക് നന്നാകാൻ ഒരു അവസരം തന്നു. നന്നാകുമോ ഇല്ലയോ, ആർക്കുണ്ടല്ലോ ഒരു അവസരം. അള്ളാഹു നമ്മളെ പള്ളിയിലേക്ക് കയറ്റി നിസ്കരിച്ചു, നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലതുപോലെ നടന്നു. ഒന്ന് അള്ളാഹു അഴിച്ചുവിടും. കഴിഞ്ഞു. നാളെ സുബഹി എത്ര പേര് നിസ്കരിക്കും? ഇന്ന് ഇശാ എത്ര പേര് നിസ്കരിച്ചു? ഇന്ന് നമ്മൾ ഇന്നലെ വരെ നമ്മുടെ തറാവീഹ് നിസ്കരിച്ചവരാ, സുന്നത്ത് നിസ്കരിച്ചവരാ, എന്റെ പ്രിയപ്പെട്ടവര് വിത്ർ നിസ്കരിച്ചവരാ, തഹജ്ജുദ് നിസ്കരിച്ചവരാ. നേരം വെളുക്കുമ്പോ നമ്മളത് മറന്നു പോകുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കോപം നമ്മൾ വാങ്ങിച്ചു വെക്കരുത്. ഇബ്ലീസ് തന്റെ അനുയായികളെ മുഴുവനും വിളിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഇവൻ അള്ളാഹുവിന്റെ കോപം നിങ്ങൾ വാങ്ങിപ്പിക്കണം, ഇവനെ കൊണ്ട് കണ്ടുകുടിപ്പിക്കണം, ഇവനെ കൊണ്ട് മയക്കുമരുന്ന് ഉപയോഗിപ്പിക്കണം, ഇവന്റെ നിസ്കാരം ഖളയാക്കണം, ഇവനെ സിനിമയ്ക്ക് കൊണ്ടുപോകണം, ഇവന്റെ വഖത്തുകൾ ഖളാക്കണം, എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്യിപ്പിക്കുവാൻ ഇബ്ലീസ് അവന്റെ അനുയായികളും വല്ലാതെ പരിശ്രമിക്കുന്ന ഒരു രാവും പകലും നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആ പെരുന്നാള് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ശവ്വാൽ നോമ്പിനെ കുറിച്ച് നമുക്കറിയാം. ശവ്വാൽ നോമ്പ് 6 നോമ്പ് നമ്മൾ പിടിക്കുന്നവരാ, പഴയ കാലം മുതലേ നോമ്പ് പിടിക്കുന്നവരാ. അതിന്റെ പ്രതിഫലം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ റമദാൻ നോമ്പ് അനുഷ്ഠിക്കുകയും ശേഷം ശവ്വാലിൽ നിന്ന് 6 ദിവസത്തെ നോമ്പിനെ അതിനോടൊപ്പം പിന്തുടർത്തുകയും ചെയ്താൽ, എന്റെ പ്രിയപ്പെട്ടവരെ, റമദാൻ കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു. ആ പെരുന്നാൾ കഴിഞ്ഞു, കാരണം പെരുന്നാളിൽ നിന്ന് നോമ്പ് പിടിക്കാൻ പാടില്ല. ആ പെരുന്നാൾ കഴിഞ്ഞിട്ട് ശവ്വാലിന്റെ 6 ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം മൻ സാമ റമദാനൻ സുമ്മ അത്ബഅഹു, നിബിതങ്ങൾ പറയുന്നു, ബിസിത്തത്തി അയ്യാം മിൻ ശവ്വാലിൻ ഫകഅന്നമാ സാമ അദ്ദഹ്റു കുല്ലുഹു. നിബിതങ്ങൾ പറയുകയാ,
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റമദാൻ അവസാനിച്ചു, ചെറിയ പെരുന്നാൾ കഴിഞ്ഞു, ശവ്വാൽ മാസം കടന്നു വരികയാണ്. ആ ശവ്വാലിന്റെ 6 ദിവസം ഏതെങ്കിലും ഒരു മനുഷ്യന് നോമ്പെടുത്താൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? വർഷം മുഴുവനും നോമ്പെടുത്തവനെ പോലെയാ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആ 6 നോമ്പ് നിസ്സാരമായി കാണേണ്ട നോമ്പല്ല. ആ നോമ്പിന്റെ പ്രതിഫലം വർഷം മുഴുവനും നോമ്പെടുത്തവന്റെ പ്രതിഫലം അല്ലാഹു കൊടുക്കുകയാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൻ സാമ റമളാനൻ വഅത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ ഖറജ മിൻ ദുനൂബിഹി കയൗമ വലദതു ഉമ്മുഹു. നിങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യന് ശവ്വാലിന്റെ നോമ്പുണ്ടല്ലോ, 6 നോമ്പുണ്ടല്ലോ, ആ റമളാനിന് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ആ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് നോമ്പ് പിടിച്ചാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അവന്റെ മാതാവ് അവനെ പ്രസവിച്ച ദിവസത്തെ പോലെ അല്ലാഹു അവന്റെ പാവങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 6 നോമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിടിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അവന്റെ മാതാവ് പ്രസവിച്ച ദിവസത്തെ പോലെ അവന്റെ പാപങ്ങൾ മുഴുവനും കഴുകി ശുദ്ധമാക്കി അല്ലാഹു കൊടുക്കും. അതാണ് ആ നോമ്പിന്റെ പ്രതിഫലം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ്. മൂന്നാമതായിട്ട് മഹാനായ സൗബാൻ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്നു, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സിയാമി റമളാൻ ബി അശ്റതി അശ്ഹുരിൻ വസിയാമി 6 അയ്യാമിൻ ശുഹ്റൈൻ. നബിതങ്ങൾ പറയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ റമളാനിന്റെ നോമ്പ് 10 മാസത്തെ നോമ്പിന് തുല്യമാണെന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ശവ്വാലിലെ 6 നോമ്പ് റമളാനിലെ നോമ്പിന്റെ പ്രതിഫലം അത് അല്ലാഹുവിന് മാത്രമേ അറിയൂ. റമളാൻ നോമ്പ് അല്ലാഹുവിനുള്ളതാണ്, അതിന്റെ പ്രതിഫലം അല്ലാഹുവിന് അറിയാം. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 6 നോമ്പ് 2 വർഷത്തെ നോമ്പിന്റെ തുല്യമാണ്. ആ ശവ്വാലിലെ 6 നോമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 2 വർഷത്തെ നോമ്പിന് തുല്യമാണെന്ന് മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു പറയുക. മഹാനായ ശഅബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വർഷം മുഴുവനും നോമ്പെടുക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം. മഹാനവറുകൾ പറയുകയാ, വർഷം മുഴുവനും നോമ്പെടുക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം റമളാനിന് ശേഷം ഒരു ദിവസത്തെ നോമ്പെടുക്കലാണ്. ആ റമളാൻ നോമ്പ് പിടിച്ചു, പെരുന്നാൾ കഴിഞ്ഞു, അതിനുശേഷം ഒരു നോമ്പെടുക്കലാണ്. വർഷം മുഴുവനും എനിക്ക് നോമ്പെടുക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം റമളാൻ കഴിഞ്ഞാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രത്തോളം മഹത്വമുണ്ട്. അതുകൊണ്ട് പെരുന്നാളിന്റെ പിറ്റേന്ന് മുതൽ തന്നെ 6 ദിവസം തുടർച്ചയായി നോമ്പെടുക്കലാണ് ഏറ്റവും ഉത്തമം. വിട്ടുവിട്ടല്ല. ആ പെരുന്നാൾ കഴിഞ്ഞു, നാളെ പെരുന്നാൾ കഴിഞ്ഞു, മറ്റേനാൾ മുതൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ 6 ദിവസം തുടർച്ചയായി നോമ്പെടുക്കലാണ് ഏറ്റവും ഉത്തമം. അല്ലാതെ ഒന്ന് വിട്ടു, അടുത്ത ദിവസം റെസ്റ്റ് എടുത്തു, പിന്നെ റെസ്റ്റ് ആണല്ലോ മൊത്തം, ഒരു ദിവസം റെസ്റ്റ്, അങ്ങനെയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എല്ലാവർക്കും 29 നോമ്പ് എന്ന് കിട്ടിയുള്ളൂ, 30 നോമ്പ് കിട്ടി, 30 കഴിഞ്ഞില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഞാൻ മക്കത്തായിരുന്നു 1ാമത്തെ നോമ്പ്, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഒരു നോമ്പ് എനിക്ക് കൂടുതൽ കിട്ടി. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എന്നും പറഞ്ഞ് ഇവിടെ പെരുന്നാൾ ആഘോഷിക്കാൻ നിന്നില്ല. അതാണ് നമ്മുടെ യുക്തി. എപ്പോഴും നമ്മൾ ബുദ്ധി വെച്ചാൽ ചിന്തിക്കാൻ, അങ്ങനല്ലേ ഇങ്ങനല്ലേ ഒന്നുമല്ല. അതൊക്കെ കോമാളിത്തരം. ഇന്നലെ പെരുന്നാൾ ആഘോഷിച്ചവരുണ്ട്, ഇന്ന് പെരുന്നാൾ ആഘോഷിച്ചവരുണ്ട്. എല്ലാവർക്കും കഴിയും തമാശയൊക്കെ. അള്ളാഹുവിന്റെ ദീൻ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ മോശമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടിയുടെ തൗബയെ കുറിച്ച് എല്ലാവരും പറയണം. അവനവൻ തൗബ ചെയ്ത് രക്ഷപ്പെടാനുള്ള ഇനിയിപ്പോ അവരുത്തര കാര്യം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദിവസങ്ങൾ പാഴാക്കി കളയരുത്, നമ്മുടെ ദിനങ്ങൾ പാഴാക്കി കളയാതെ ഈ ഉണ്ടാക്കിയെടുത്ത ഈമാൻ നിലനിർത്തുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുക. അൽഹംദുലില്ലാഹ്, റമളാൻ കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പെരുന്നാള്, രാവിലെ നിസ്കാരം കഴിഞ്ഞു, പിന്നെ അങ്ങോട്ട് കുടുംബക്കാരെ സന്ദർശിക്കുക. അതാണ് പെരുന്നാൾ കൊണ്ടുള്ള ലക്ഷ്യം. പെരുന്നാൾ കൊണ്ടുള്ള ലക്ഷ്യം എന്താ? ആഘോഷവും സന്തോഷവും എന്താ? നമ്മൾ നമസ്കാരം കഴിഞ്ഞു, നമ്മൾ ആദ്യമായിട്ട് കുളിപ്പിച്ച് ഒരുക്കി പുതുവസ്ത്രവും ധരിപ്പിച്ച് പള്ളിയിലേക്ക് പറഞ്ഞു വിട്ട നമ്മുടെ ഉമ്മ. അല്ലാഹു മരിച്ചവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഉമ്മയാണ് കുളിപ്പിച്ച് ഒരുക്കി വിട്ടത്. നമ്മളെ പള്ളിയിലേക്ക് കയ്യിൽ പിടിച്ചു കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് കൂടെ ഇരുത്തി നിസ്കരിക്കാൻ പഠിപ്പിച്ചത് നമ്മുടെ വാപ്പയാ. ആ വാപ്പയും നമ്മുടെ കിടക്കുന്ന പലരുടെയും വാപ്പ പള്ളിപ്പറമ്പില.
പലരുടെയും ഉമ്മ പള്ളിപ്പറമ്പില് ആ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നേരെ അവരുടെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് അവരോട് സലാം പറയാൻ കഴിയണം, അവരെ സന്ദർശിക്കാൻ കഴിയണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ കഴിയണം. അത് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ വാപ്പയുടെ സഹോദരങ്ങൾ, ജ്യേഷ്ഠനുണ്ട്, അനുജനുണ്ട്, സഹോദരിയുണ്ട്. മരിച്ചുപോയ മാതാപിതാക്കളോടുള്ള കടമകളിൽ പെട്ടതാണ് അവരുടെ സഹോദരങ്ങളെ, അവരുടെ സഹോദരിമാരെ, നിന്റെ ഉമ്മയുടെ സഹോദരിയെ, നിന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയെ. അപ്പൊ ഇങ്ങനെയുള്ളവരെ പോയി സന്ദർശിക്കുക. ഉമ്മയുടെ കൂട്ടുകാർ, വാപ്പയുടെ കൂട്ടുകാർ, നിന്റെ വാപ്പയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനെ നിനക്കറിയാം. ആ വാപ്പയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിന്റെ കയ്യിൽ നാളെ പെരുന്നാളിന്റെ ദിവസം ഒന്ന് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ഇന്ന ആളുടെ മകനാണ് എന്ന് പറഞ്ഞിട്ടൊരു സദക്ക കൊടുക്കുമ്പോ ആ മനുഷ്യൻ എന്തൊരു സന്തോഷം. അദ്ദേഹത്തിന്റെ കണ്ടടയുന്നറിയും, എന്റെ ഷാവുല്ലമീദിന്റെ മോന, അല്ലെങ്കിൽ ഇന്ന ആളുടെ മോന, എന്തൊരു സന്തോഷം എന്നറിയുമോ? അത് വാപ്പയ്ക്ക് വലിയ സന്തോഷമാകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്റെ ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയോട് വല്ലാത്ത സ്നേഹമാണ്. ഖദീജ ബീവി വഫാത്തായി എന്നാൽ നബിതങ്ങൾക്ക് നല്ല ഒരു ഭക്ഷണം കൊണ്ടുവന്നാൽ നബിതങ്ങൾ ഖദീജയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊടുത്തുവിടും. തന്റെ ഭാര്യയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊടുത്തുവിടും. എന്തിന്? നബിതങ്ങൾക്ക് തന്റെ ഭാര്യയോട് അത്രയും ഇഷ്ടം. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നാളെ പെരുന്നാളിന്റെ ദിവസമാണ്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ വണ്ടി എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിന്റെ വാപ്പയുടെ കുടുംബക്കാർ, നിന്റെ ഉമ്മയുടെ കുടുംബക്കാർ, എത്രയോ പേര് രോഗികളായി കിടക്കുകയാണ്. വലിയ പ്രയാസമാണ്. കൊറോണയൊക്കെ ആയത് കാരണം പോകാൻ കഴിയാത്ത വർഷങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന നാളെ സന്ദർശത്തിന്റെ ദിവസമാകണം. കുടുംബ സന്ദർശത്തിന് വേണ്ടി മാറ്റിവെക്കണേ. രോഗികളെ പോയി കാണണേ. എന്നെ കൊണ്ട് കഴിയുന്ന സദഖകൾ അവർക്ക് വേണ്ടി കൊടുക്കണേ. ഇതൊക്കെയാണ് ജീവിതത്തിൽ ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് സന്തോഷമെന്ന് പറയുന്നത്. അല്ലാതെ വണ്ടി എടുത്തുകൊണ്ട് പടച്ചവനെ ഏതെങ്കിലും ഉല്ലാസ കേന്ദ്രങ്ങളിലേക്ക് പോയി ളുഹറില്ല, അസറില്ല, മഗ്രിബില്ല, ഇശായില്ല, അവസാനം അല്ലാഹുവിന്റെ കോപവും വാങ്ങി വെച്ച് വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് വളരെ താഴ്മയോടെ സ്നേഹത്തോടെ പറയുകയാണ്, ആഘോഷത്തിന്റെ ആഘോഷത്തിന്റെ തിമിർപ്പില് നിങ്ങൾ അല്ലാഹുവിനെ മറന്നു പോകരുത്. അതുപോലെ കഷ്ടപ്പെടുന്നവരെ മറന്നു പോകരുത്. അതുപോലെ നിന്റെ കൂടപ്പറപ്പുകളെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഫലസ്തീനിന്റെ ജനതയെ കുറിച്ച് നിങ്ങൾ മറന്നു പോകരുത്. അവരുടെ വീഡിയോകൾ കാണുമ്പോൾ, അവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, ഞങ്ങളോട് ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് നീ അവരെ സഹായിക്കണേ അല്ലാ. നീ കരുണ കാണിക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ആയിരക്കണക്കിന് ഖത്തമോദി വെച്ചിരിക്കുകയാണ്, ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഇഖ്ലാസ് പാരായണം ചെയ്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അത് മുഴുവനും ഹദിയ ചെയ്തുകൊണ്ട് ദുആ ചെയ്യാൻ പോവുകയാണ്. ഒരു മാസക്കാലം എന്റെ ഒരുപാട് കൂട്ടുകാര് ആത്മാർത്ഥമായി പടച്ചവനെ, അവർക്ക് ഒരു രൂപയുടെ വരുമാനമില്ല, അവർക്ക് വേണ്ടത് ദുആയാണ്. ആത്മാർത്ഥമായിട്ട് പടച്ചവനെ, ആ മക്കൾ ഈ 30 ദിവസവും പരിശ്രമിച്ചവരാണ്. അല്ലാഹുവേ, ആ മക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ടവരോട് അല്ലാഹുവേ, പെരുന്നാളിന്റെ ദിവസമാണല്ലോ, പെരുന്നാളിന്റെ ദിവസമാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർക്ക് പെരുന്നാൾ സമ്മാനമായി തരാൻ, പെരുന്നാളിന്റെ സമ്മാനമായി തരാൻ എന്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് തരാ ഖുർആനേ ഉള്ളൂ. ഈ വഅദ് കേൾക്കുന്ന ആയിരക്കണക്കിന് പേര് ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പെരുന്നാളിന്റെ ദിവസം കൈമടക്ക് തരാൻ, സമ്മാനം തരാൻ, ഹദിയ തരാൻ ഖുർആനല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മുഴുവനും ഓതി തീർക്കാൻ കഴിയാതെ സങ്കടപ്പെടുന്നവരെ നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം വേണോ? ഒരു ഖത്ം ഓതിയ പ്രതിഫലം വേണോ? ഒരു
ഖത്തമോദിയ പ്രതിഫലം വേണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അതാ പരിശുദ്ധമായ ഖുർആനിലെ അതാ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മലഹാ. എന്ന് പറയുന്ന സൂറത്ത് അറിയുന്നവരാണല്ലോ, അത് പാരായണം ചെയ്യുന്നവരാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ സൂറത്തിന്റെ പ്രതിഫലം എന്താണെന്നറിയുമോ? ആ സൂറത്തിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ? ആ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് പാരായണം ചെയ്താൽ അന്നഹാ തഅദിലു നിസ്ഫുൽ ഖുർആൻ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ എന്ന് തുടങ്ങുന്ന ഒരു ചെറിയ സൂറത്തുണ്ട്. ആ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ നിസ്ഫുൽ ഖുർആൻ, ഖുർആനിന്റെ പകുതി ഓതിയ പ്രതിഫലം, ഖുർആനിന്റെ പകുതി ഓതിയ പ്രതിഫലം കിട്ടും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ എന്ന് പറയുന്ന ആ സൂറത്ത് പാരായണം ചെയ്താൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കാഫിറൂൻ നമ്മളൊക്കെ പാരായണം ചെയ്യുന്നവരാണ്. ആ സൂറത്തുൽ കാഫിറൂൻ എന്ന് പറയുന്ന അധ്യായം ഏതെങ്കിലും ഒരു മനുഷ്യന് പാരായണം ചെയ്താൽ അന്നഹാ തഅദിലു റുബുൽ ഖുർആൻ, ഖുർആനിന്റെ 4 ഭാഗമായി ആ സൂറത്ത് പാരായണം ചെയ്താൽ 4 ഭാഗം ഓതിയതിന്റെ പ്രതിഫലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 അപ്പൊ അര നിസ്ഫുൽ ഖുർആൻ 4 വിഭാഗം കിട്ടി. അങ്ങനെ മുക്കാലായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇനിയുള്ളതൊരു കാല്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് 1/3 ഭാഗമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ഒരു 3 സൂറത്ത് കൂടെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഈ 3 സൂറത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ഖുർആൻ ഓതിയ പ്രതിഫലം നമുക്ക് ലഭിക്കും. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ ഖുർആൻ മാത്രമേ ഉള്ളൂ. അലാ ഹദ്റത്ത് റൂഹി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിന الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم وسل مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وحبيبنا محمد صلى الله عليه وسلم. اللهم احسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. رحم റഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ ലോകത്തിന്റെ ദിവനായ അല്ലാഹ്, ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാഹ്.
പടച്ചവനെ ഞങ്ങൾ ഈ നീട്ടുന്ന കരങ്ങളെ നീ തട്ടിക്കളയല്ല അല്ലാ. അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ ഖുർആൻ ആയിരക്കണക്കിന് ഖത്മോദി പടച്ചവനെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് പടച്ചവനെ ഇസ്തിഗ്ഫാർ പറഞ്ഞു പടച്ചവനെ അഫ്ളൽ ദിക്റുകൾ പറഞ്ഞു പടച്ചവനെ നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നന്മകൾ ചെയ്തിട്ട് അല്ലാഹുവേ നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ കൈകൾ നീട്ടുകയാണ് തമ്പുരാനെ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല റഹ്മാനെ. നീ ഞങ്ങളെ വെറും കയ്യോടെ മടക്കല്ല പടച്ചവനെ. ഈ ഓതിയ ഖുർആൻ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. ഇത് മുഴുവനും മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ പ്രത്യേകിച്ച് ഇത് പാരായണം ചെയ്തവരുടെ കുടുംബത്തിൽ വാപ്പയും ഉമ്മയും കൂടപ്പിറപ്പും ഭർത്താവും ഭാര്യയും മക്കളും പലരും ഖബറിലാണ് റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരുപാട് പേര് മരിച്ചു പോയവരുണ്ട് തമ്പുരാനെ. ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ്, അവര് മണ്ണിന്റെ അടിയിലാണ് റഹ്മാനെ. അവരുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. അവരുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. നീ അവരോട് കരുണ കാണിക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. ഈ ഓതിയ ഖുർആനിന്റെ മിസ്ല സവാബ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരിച്ചവർ, ഈ ഓതിയവരുടെ കുടുംബങ്ങളിൽ മരിച്ചവർ, ഈ പള്ളിയുടെ ചുറ്റുപാടും ഖബറടക്കപ്പെട്ടവർ, അവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരുടെ ഖബർ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാ. അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. പടച്ചവനെ പെരുന്നാളിന്റെ സന്തോഷം കൊടുക്കണേ അല്ലാ. എന്റെ മക്കളും എന്റെ കൂടപ്പിറപ്പുകളും എന്റെ കുടുംബക്കാരും എന്നെ മറന്നുപോയില്ലല്ലോ എന്നോർത്തവര് ഖബറിനകത്ത് കിടന്ന് സന്തോഷിക്കണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി അവര് ദുആ ചെയ്യണേ അല്ലാ. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. ആരെല്ലാം ആമീൻ പറയുന്നവരുണ്ടോ, ഈ മജ്‌ലിസിലെ ദുആയിൽ ആരെല്ലാം പങ്കാളികളാകുന്നുണ്ടോ, അവരുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ രോഗം പിടിച്ച് വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല പടച്ചവന്. അവരുടെ രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ പടച്ചവനെ. അവരുടെ പൊരുത്തം നൽകണേ തമ്പുരാന്. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗ്ഗം നൽകണേ തമ്പുരാന്. അല്ലാഹുവേ അർഹമർ റഹീമായ അല്ലാ, ഞങ്ങളിൽ പലരും രോഗികളാ അല്ലാ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. ഞങ്ങൾ ചിരിച്ചും കളിച്ചും നടക്കുകയാണ് റബ്ബേ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. നീ ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാ. പടച്ചവനെ കിടന്ന കിടപ്പിൽ കടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മക്കൾ നോക്കി നോക്കി മടുത്തൊടുത്തു മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ല അല്ലാ. പടച്ചവനെ അങ്ങനെ ഒരവസ്ഥ വരെ എത്തിക്കല്ല റബ്ബേ. അല്ലാഹുവേ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. പടച്ചവനെ നീ ഞങ്ങളെ കൈവിടല്ലേ തമ്പുരാന്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. കള്ളും കഞ്ചാവും മയക്കുമരുന്നിന്റെയും അടിമകളാക്കല്ല അല്ലാ. പടച്ചവരെ ഞങ്ങൾക്ക് നരകം വാങ്ങിത്തരുന്ന മക്കളാക്കല്ല തമ്പുരാന്.
പടച്ചവനെ ഞങ്ങളോട് സ്നേഹമുള്ള മക്കളാക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരുന്നവരാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കള് പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുകയാണ് പടച്ചവന്. പരാജയപ്പെടുത്തല്ലേ അല്ലാ, പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ വേദനിപ്പിക്കല്ല അല്ലാ. അവർക്ക് മുന്നോട്ട് പഠിക്കാനുള്ള എല്ലാവിധ അവസരവും നീ ഒരുക്കി കൊടുക്കണേ അല്ലാ. ഉന്നത വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. കുടുംബ ജീവിതത്തിന് ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ വീടുകളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ആയുസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ നീ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നൽകിയിട്ടുണ്ടോ അതിൽ മുഴുവനിലും നീ ബർക്കത്ത് നൽകണേ തമ്പുരാന്. നീ നിലനിർത്തണേ തമ്പുരാന്, നീ നിലനിർത്തണേ തമ്പുരാന്. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല തമ്പുരാനെ. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ ഒരാളുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ, നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. പടച്ചവനെ നിന്റെ അതിഥിയായ പരിശുദ്ധമായ റമളാൻ ഞങ്ങളിലേക്ക് കടന്നു വന്നു റബ്ബേ. ഞങ്ങളെ സ്വീകരിച്ചു റബ്ബേ, ഞങ്ങളെ ബഹുമാനിച്ചു റബ്ബേ, ഞങ്ങളെ നോമ്പ് പിടിച്ചു റബ്ബേ, ഞങ്ങളെ നിസ്കരിച്ചു റബ്ബേ, ഞങ്ങളെ സദക്ക കൊടുത്തു റബ്ബേ, ഞങ്ങളെ സക്കാത്ത് കൊടുത്തു റബ്ബേ, ഞങ്ങളെ ഫിത്ർ സക്കാത്ത് കൊടുത്തു റബ്ബേ. ആ റമളാൻ എന്ന മഗ്രിബോട് കൂടി ഞങ്ങളോട് വിട പറഞ്ഞിരിക്കുന്നു തമ്പുരാനെ. ഞങ്ങളെ സങ്കടത്തിലാണ് തമ്പുരാനെ, ഞങ്ങളുടെ സങ്കടത്തിലാണ് തമ്പുരാനെ. എന്തൊരു അനുഭൂതിയായിരുന്നെന്നറിയുമോ അല്ലാ. നിസ്കാരത്തിന്റെ മാധുര്യം ഞങ്ങൾ അറിഞ്ഞു റബ്ബേ, നോമ്പിന്റെ മാധുര്യം ഞങ്ങൾ അറിഞ്ഞു റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റം വന്നു പടച്ചവരെ. ആ റമളാൻ ഞങ്ങളോട് വിട പറഞ്ഞതിന്റെ സങ്കടത്തിലാണ് റബ്ബേ. ആ റമളാൻ ഞങ്ങളെ തിരിച്ചറിയണേ അല്ലാ. റമളാൻ ഞങ്ങളെ തിരിച്ചറിയണേ അല്ലാ. നാളെ പരലോകത്ത് വെച്ച് റമളാൻ ഞങ്ങൾ അടുക്കലേക്ക് ഓടി വരണേ അല്ലാ. റമളാൻ ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ അല്ലാ. അല്ലാഹുവേ റമളാനിന്റെ ശഫാഅത്ത് കിട്ടുന്നവരിൽ പെടുത്തണേ അല്ലാ. അങ്ങക്ക് റമളാൻ പടച്ചവരെ ഇവരെ നരകം കൊടുക്കണം. ഞങ്ങൾക്ക് നരകം വാങ്ങിത്തരല്ലേ അല്ലാ. അല്ലാഹുവേ റമളാനിന്റെ പരിപൂർണ പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഉത്തരമുണ്ടെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് പടച്ചവരെ. അല്ലാഹുവേ ആയിരക്കണക്കിന് ഖതമുൽ ഖുർആൻ ഓതിയിട്ട് നിനക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മുഴുവനും ചെയ്തിട്ട് എല്ലാരും ആഘോഷത്തിന്റെ പുറകിൽ നടക്കുമ്പോ അല്ലാഹുവേ മൊബൈൽ കൈപിടിച്ചുകൊണ്ട് ഈ പാവപ്പെട്ടവന്റെ ദുആയിക്ക് ആമീൻ പറയുന്ന ആയിരങ്ങൾ കാത്തിരിക്കുകയാണ് പടച്ചവരെ. നീ കൈവിടല്ലേ അല്ലാ. ഒരാളെ പോലും നീ കൈവിടല്ലേ അല്ലാ. ഒരാളെ പോലും നീ വേദനിപ്പിക്കല്ല അല്ലാ. നീ അവരെ അറുത്തു മുറിക്കല്ലേ അല്ലാ. ഈ ആമീൻ പറയുന്ന ഓരോരുത്തരുടെയും മനസ്സ് നിനക്കറിയാമല്ലാ. ഈ ഖുർആൻ ഓതിയവരുടെ പേര് നിനക്കറിയാമല്ലാ. അവരുടെ വീട് നിനക്കറിയാമല്ലാ. അവരുടെ മനസ്സ് നിനക്കറിയാമല്ലാ. അവരുടെ പേര് നിനക്കറിയാമല്ലാ. നീ കൈവിടല്ലേ തമ്പുരാന്, നീ കൈവിടല്ലേ തമ്പുരാന്. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാന്. അവർക്ക് സമാധാനമുള്ള ജീവിതം കൊടുക്കണേ തമ്പുരാന്. അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ തമ്പുരാന്. അവരുടെ മക്കളെ നന്നാക്കണേ തമ്പുരാന്. അവരുടെ ഭാര്യമാരെ നന്നാക്കണേ തമ്പുരാന്. അവരുടെ
അവരുടെ ഭർത്താക്കന്മാരെ നന്നാക്കണേ തമ്പുരാന്. പരസ്പരം സ്നേഹമുള്ളവരാക്കണേ തമ്പുരാന്. റഹ്മത്തിന്റെ മാലാഖമാരുടെ സാന്നിധ്യമുള്ള ഭവനമാക്കണേ തമ്പുരാന്. നീ അവരെ ഏറ്റെടുക്കണേ തമ്പുരാന്. അവരെ നീ കൈവിടല്ലേ തമ്പുരാന്. ഖുർആനിന്റെ അഹിലുകാരാക്കണേ തമ്പുരാന്. ഖുർആൻ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ തമ്പുരാന്. അല്ലാഹുവേ അല്ലാഹുവേ പടച്ചവനെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഈ ആമീൻ പറയുന്നവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ പങ്കെടുത്തവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഒരുപാട് ഉപ്പമാര്, ഒരുപാട് ഉമ്മമാര്, ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് തമ്പുരാന്. അല്ലാഹുവേ ഫേസ്ബുക്കിൽ ഒരുപാട് കൂട്ടുകാരുണ്ട് തമ്പുരാന്. ഇന്നുവരെ കണ്ടിട്ടില്ലെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ സാദേ ദുആ ചെയ്യണമെന്ന് പറയുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് തമ്പുരാന്. അവർക്ക് കൊടുക്കാൻ ഈ ദുആയല്ലാതെ വേറെ ഒന്നുമില്ല റബ്ബേ. നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. നിനക്ക് വേണ്ടി സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ പ്രവാസികളായ സഹോദരങ്ങൾ നീ അവരുടെ ജോലിയിൽ സ്ഥിരത കൊടുക്കണേ തമ്പുരാന്. അവർക്ക് സമാധാനം കൊടുക്കണേ തമ്പുരാന്. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. അവരെ അപകടങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാന്. പടച്ചവരെ അന്യനാട്ടിൽ കടന്ന് കഷ്ടപ്പെടുന്നവരെ നീ കാക്കണേ അല്ലാഹ്. ലഗേജ് വരുന്നത് പോലെ കെട്ടി ജനാസ പെട്ടിക്കകത്തേക്ക് കയറ്റി നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ കൊടുക്കല്ലേ അല്ലാഹ്. പടച്ചവനെ അവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹീമായ റബ്ബേ എല്ലാവരും സന്തോഷത്തിന്റെ വേളയിലാണ് തമ്പുരാന്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ സമുദായം വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് റബ്ബേ. ഫലസ്തീനിന്റെ മക്കളോട് കരുണ കാണിക്കണേ അല്ലാഹ്. നീ പിഞ്ചുമക്കൾ വീണു മരിച്ചു പോകുന്ന തമ്പുരാന്. പെണ്ണുങ്ങൾ വിധവകളാകുന്ന തമ്പുരാന്. കയ്യും കാലും മറ്റുപോയവരാകുന്ന പടച്ചവര്. അല്ലാഹുവേ നീ അവരോട് കരുണ കാണിക്കണേ അല്ലാഹ്. അവരെ നീ സഹായിക്കണേ അല്ലാഹ്. അവരോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. അവരെ നീ സഹായിക്കണേ അല്ലാഹ്. പടച്ചവനെ കണ്ണ് തുറക്കണ്ടവരുടെ കണ്ണ് നീ തുറപ്പിക്കണേ അല്ലാഹ്. റമളാൻ മാസത്തിൽ അവര് കണ്ണുനീരിലാണ് പടച്ചവര്. പെരുന്നാളിന്റെ സന്തോഷത്തിന്റെ ദിവസത്തിലും ഒരു നേരത്തെ അന്നം പോലും ഇല്ലാതെ അവര് കരയുകയാണ് റബ്ബേ. നീ കരുണ കാണിക്കണേ അല്ലാഹ്. നീ ദയ കാണിക്കണേ അല്ലാഹ്. ലോകത്ത് സമാധാനം നൽകണേ അല്ലാഹ്. പടച്ചവനെ റഹ്മാനായ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം തരണേ അല്ലാഹ്. പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ആ പുണ്യഭൂമിയിൽ നീ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പലരും രോഗികളായി കിടക്കുന്നുണ്ട്. ദുആ ചെയ്യാൻ ഒരുപാട് പേര് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. ക്യാൻസർ വന്ന് കിടക്കുന്നവരുണ്ട് റഹ്മാനെ. കിഡ്നി രോഗികൾ വല്ലാതെ വർദ്ധിക്കുന്ന തമ്പുരാന്. ശരീരം കാല് മുറിക്കാൻ പറഞ്ഞവരുണ്ട് തമ്പുരാന്. മക്കളില്ലാത്തവരുണ്ട് തമ്പുരാന്. ജോലിയില്ലാത്തവരുണ്ട് തമ്പുരാന്. എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്. എല്ലാവരോടും നീ കരുണ കാണിക്കണേ അല്ലാഹ്. എനിക്ക് ഹാഫിളാകാൻ പറ്റിയില്ല, എന്റെ മക്കളെ ഹാഫിളാക്കാൻ പറ്റിയില്ല. ഒരു ഖുർആൻ പഠിക്കുന്ന മകന് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കാനുള്ള ആഗ്രഹത്തോടെ സദഖ ചെയ്തിട്ടുണ്ടോ, ആരൊക്കെ നിയ്യത്ത് ചെയ്തിട്ടുണ്ടോ അവരെ നീ കൈവിടല്ലേ അല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ പാനീയം കൊടുപ്പിക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിൽ താമസിക്കാനുള്ള അവസരം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, മരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ജനങ്ങളെ
കാണിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കുന്ന മരണം തരല്ലേ അല്ലാ. നീ ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ, നീ ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. ഈമാനുള്ള മരണം തരണേ അല്ലാ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. 100 പേരിൽ കൂടുതൽ ഞങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, അപകട മരണത്തിന് തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ല തമ്പുരാരെ. ഞങ്ങളുടെ ഭാര്യമാരെ വിധവകളാക്കല്ല തമ്പുരാരെ. ഞങ്ങളുടെ ഭാര്യമാരെ വിധവകളാക്കല്ല തമ്പുരാരെ. ഞങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നവരാണ് റബ്ബേ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കല്ലേ അല്ലാ. അങ്ങനെ ഒരു പരീക്ഷണം തരല്ലേ അല്ലാ. പടച്ച റബ്ബേ, ഇത് അവസാനത്തെ റമദാനാക്കല്ലേ അല്ലാ. ഇത് അവസാനത്തെ പെരുന്നാളിന്റെ രാത്രിയാക്കല്ലേ അല്ലാ. ഇതുപോലെ ഒരുപാട് നല്ല മജ്‌ലിസുകൾ, ഒരുപാട് റമദാനുകൾ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചവനെ, ഖതമുൽ ഖുർആനിൽ പങ്കെടുത്തവർ, ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞവർ, ഇഖ്ലാസ് ഓതിയവർ, പടച്ചവനെ ആയത്തുൽ കുർസി ഓതിയവർ, സ്വലാത്ത് പറഞ്ഞവർ, അല്ലാഹുവേ നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. അതിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച എന്റെ കൂട്ടുകാര്, ഒരുപാട് അഡ്മിന്മാരായ കൂട്ടുകാര്, പാപങ്ങളാ പടച്ചവരെ. ആ മക്കള് സാധുക്കളാണ് തമ്പുരാരെ, നീ അവർക്ക് സ്വർഗ്ഗം കൊടുക്കണേ തമ്പുരാരെ. ആ മക്കളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാരെ. ആ മക്കൾ അല്ലാഹുവേ ഞങ്ങളെ സ്വർഗ്ഗത്തിലും നീ കൂട്ടുകാരാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇങ്ങനെ ഒരു മജ്‌ലിസ് നടത്താൻ എല്ലാവിധ സൗകര്യവും ചെയ്തു തന്ന ഈ മഹല്ല് കമ്മിറ്റി, പടച്ചവനെ നീ മഹല്ലിനെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന്റെ അഹ്ലുകാരാക്കണേ അല്ലാ. നിന്റെ ദീനിനെ ഇഷ്ടപ്പെടുന്നവരാക്കണേ അല്ലാ. നിന്റെ പള്ളിയെ പൊന്നുപോലെ പരിപാലിക്കുന്നവരാക്കണേ അല്ലാ. എന്നും നന്മയുടെ കൂടെ നിൽക്കുന്നവരാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ നീട്ടിയ കയ്യ നീ തട്ടിക്കളയല്ല തമ്പുരാനെ. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട പിതാവ്, എന്റെ ജ്യേഷ്ഠനും എന്റെ ഭാര്യ പിതാവ് ഖബറിലാണ്, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. എന്റെ ഉമ്മയ്ക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, എന്റെ കൂടപ്പിറപ്പുകളെയും കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, എന്റെ ഭാര്യയും എന്റെ മക്കളും എനിക്ക് സ്വർഗ്ഗം വാങ്ങിത്തരുന്നവരാക്കണേ തമ്പുരാനെ. എന്റെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. എന്നെ ഒരു ഹാഫിളിന്റെ വാപ്പയാക്കണേ അല്ലാ. എന്റെ ഭാര്യയുടെ മാതാവ് ഉൾപ്പെടെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ ശബ്ദം നിലനിർത്തണേ റഹ്മാനെ. അഹങ്കാരത്തരല്ലേ പടച്ചവരെ. ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ പൊറുക്കണേ അല്ലാ. ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും ഉണ്ട് തമ്പുരാനെ. ഈ ഓതിയ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ പെരുന്നാളിന്റെ രാത്രി എന്ന ഈ പുണ്യ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. നീ ആഫിയത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, എന്റെ ഒരു കൂട്ടുകാരൻ അല്ലാഹുവേ മജയിൽ ക്യാൻസറിന്റെ ടെസ്റ്റിനെ അയച്ച് പ്രയാസത്തിലാണ്. നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. ആ കുടുംബത്തോട് കരുണ കാണിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ, എല്ലാവരുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ഉസ്താദേ, ജോലിയായില്ല ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റഹ്മാനെ. ഉസ്താദേ, ലക്ഷങ്ങളുടെ കടമാണ്, ദുആ ചെയ്യണേ എന്ന് പറയുന്ന സഹോദരങ്ങളുണ്ട് തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ഈ രാത്രി വെറുതെയാക്കല്ല പടച്ചവനെ. ഇരുന്നത് ഈ 11:15 വരെ ഞങ്ങൾ ഇവിടെ ഇരുന്നത് വെറുതെയാക്കല്ല തമ്പുരാനെ. ഈമാനുള്ള ഒരു മരണം കിട്ടാൻ ഇത് കാരണമാക്കണേ അല്ലാ. പടച്ചവനെ, ഇതുപോലെ അടുത്ത കൊല്ലവും അല്ലാ നിന്റെ
ഖുർആന് ഖത്തമോദി പടച്ചവനെ 10,000 ഓതിയ ഖത്തമിന്റെ ദുആ ചെയ്യാ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും നൽകണേ അല്ലാഹ്. ഈ ദുആയ സ്വീകരിക്കണേ റബ്ബേ, ഈ ദുആയ നീ കബൂലാക്കണേ അല്ലാഹ്. اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. അല്ലാഹുവേ ആരെല്ലാം പേരിൽ കൈപിടിച്ചു കൊണ്ടിരുന്ന് പടച്ചവനെ ഈ ദുആയിക്ക് ആമീൻ പറയുന്നവരുണ്ടോ അവർക്ക് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണേ അല്ലാഹ്. അവരുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണേ പടച്ചവനെ. അവരുടെ കണ്ണുകൊണ്ട് പടച്ചവനെ നിന്റെ ലിഖാ കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ഒരു സഹോദരി പടച്ചവനെ പാവപ്പെട്ടവർക്ക് കുറച്ചു കിറ്റ് കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തിട്ട് പോയി റബ്ബേ, ആ സഹോദരിക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ മരിച്ചവർക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷവും അൽഹംദുലില്ലാഹ് 7ാമത്തെ കൊല്ലമാണ്. നല്ല രീതിയിൽ ഇൻഷാ അല്ലാഹ് ഇതിനെക്കാളും നല്ല രീതിയിൽ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരുപാട് ഖുർആൻ ഓതി ഒരുപാട് നന്മകൾ ചെയ്ത് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും അല്ലാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുകയും ഇൻഷാ അല്ലാഹ് ആ ഖുർആൻ പഠിക്കുന്ന മകന് വേണ്ടിയുള്ള ആ ഒരു സദഖ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഈ ചെറിയ പെരുന്നാളിന്റെ ആ ഒരു സന്തോഷം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മാസക്കാലം എല്ലാവരും ഈദ് മുബാറക് ഈദ് മുബാറക് എന്നാ പറയാ. എല്ലാരും കാണുമ്പോ ഈദ് മുബാറക് ഈദ് മുബാറക് എന്നല്ലടോ. ഈ കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. അതാണ് നമ്മൾ പറയേണ്ടത്. തഖബ്ബലല്ലാഹു മിന്നാ വദാ. നിങ്ങൾ ഒരു മാസക്കാലം ചെയ്ത എല്ലാ നന്മകളും സ്വീകരിക്കട്ടെ. നമ്മൾ രണ്ടുപേരും ചെയ്തത് സ്വീകരിക്കട്ടെ. അപ്പൊ ആമീൻ അൽഹംദുലില്ലാഹ് അതാണ് പറയേണ്ടത്. അതിനുശേഷമാണ് ഈദ് മുബാറക്കിന്റെ സന്തോഷം ഇങ്ങോട്ടും പങ്കുവെക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ അൽഹംദുലില്ലാഹ് ഈദ് മുബാറക് ചെറിയ പെരുന്നാളിന്റെ ആശംസകൾ നേരുന്നു. എല്ലാവരും നാളെ അൽഹംദുലില്ലാഹ് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം തേച്ച് ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാഹ് പള്ളിയിൽ പോയി നിസ്കരിക്കലാണ്. പെരുന്നാൾ നിസ്കാരത്തിന് പോകലാണ് സുന്നത്ത്. ഭക്ഷണം കഴിച്ചിട്ട് പോകലാണ് സുന്നത്ത്. അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ പോവുകയും പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും മുസാഫഹത്ത് ചെയ്യുകയും കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് അൽഹംദുലില്ലാഹ് സ്നേഹത്തോടെ പിരിയുക. കുടുംബക്കാരെ മുഴുവനും പോയി സന്ദർശിക്കുക. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യാതിരിക്കുക. അള്ളാഹു എല്ലാം ഖൈറിലാക്കുമാറാകട്ടെ. എല്ലാവരും ഈ പാവപ്പെട്ട എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി മറക്കാതെ ദുആ ചെയ്യണേ എന്ന വസിയ്യത്തോടെ അള്ളാഹു ഇനിയും കാണാനും നിങ്ങളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, എനിക്ക് ചെറിയ രോഗങ്ങളും പ്രയാസങ്ങളുണ്ട്. അപ്പൊ എല്ലാമൊന്നും ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹ് ക്ലാസ്സുകളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഇൻഷാ അല്ലാഹ് കേൾക്കുകയും പങ്കാളികളാവുകയും ചെയ്യുക. അള്ളാഹു നമ്മളെ അവന് വേണ്ടി സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യണേ എന്ന വസിയ്യത്തോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.